നമ്മുടെ ഗോവിന്ദമാഷിന് ഒരു പരാതിയുണ്ട്. എന്താണ് എന്നല്ലേ? ബി.ജെ.പിയുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ. ബി.ജെ.പിയുടെ ബി പാർട്ടാണ് കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റൊരു വിഭാഗമാണ് ബി.ജെ.പി എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അത്രേ. കാരണം ഇവര് കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് പറയുന്നില്ല. ബി.ജെ.പിയുമായി അങ്ങനെ കയ്യും കോർത്ത് മുന്നോട്ട് പോകുന്നു. അതിന്റെ പ്രകടിതമായ രൂപവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗോവിന്ദൻ മാഷ്. കേരളയിലെ ബദൽ അതിവേഗ റെയിൽ പദ്ധതി വന്നത് അതുകൊണ്ടാണ് എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിന് വേണം. അധികാരത്തിൽ നിന്ന് പോയി എന്ന് കരുതി അതിവേഗ റെയിൽ പദ്ധതിയെ എതിർക്കില്ല. പദ്ധതി വരണം എന്നതാണ് നിലപാട്. കേരളത്തിന്റെ 50 വർഷക്കാലത്തെ വളർച്ച ഉയർത്തിക്കാട്ടുന്ന റെയിൽ പദ്ധതി എതിർത്ത UDF സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെയാണ് ഗോവിന്ദൻ മാഷിന്റെ എന്താ പറയാ വാദങ്ങൾ. പക്ഷേ ഗോവിന്ദൻ മാഷിനോട് ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഒരു സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടത്. രാഷ്ട്രീയപരമായി പ്രത്യയശാസ്ത്രപരമായി ഒക്കെ രണ്ട് അറ്റത്താണ് എങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ വികസനം, ജനങ്ങളുടെ വികസനം, ജനങ്ങളുടെ നന്മ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒത്തുചേർന്ന് പോവുക തന്നെ വേണം. അത് ബുദ്ധിപരമായി കോൺഗ്രസ് ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷിനെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ സംഗതി. ഇവർ ഭരണത്തിലിരുന്ന സമയത്ത് അധികവും കേന്ദ്രത്തിന്റെ അവഗണനയെക്കുറിച്ച് പറയാൻ മാത്രമേ അവർക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. അവരുടെ സ്വന്തം കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നതുപോലും അവർ ചിന്തിച്ചില്ല. മറിച്ച് കേന്ദ്രത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, കേന്ദ്രം എന്തൊക്കെയാണ് തരാത്തത്, ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു ഏറെയും ചർച്ചകൾ നടന്നിരുന്നത്. പക്ഷേ സതീശൻ സർക്കാർ വളരെ ബുദ്ധിപരമായാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എന്തൊക്കെ കേന്ദ്രത്തിനോടൊപ്പം നിന്നുകൊണ്ട്, കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് നാടിന്റെ വികസനത്തിന്, സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, ആ ആശയങ്ങൾ എന്തൊക്കെ, അതുമാത്രമാണ് സതീശൻ സർക്കാരിന്റെ, വി.ഡി. സതീശൻ സർക്കാരിന്റെ ഫോക്കസ് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. അവിടെയാണ് LDF തെറ്റുപറ്റിയതും UDF വിജയിച്ചു നിൽക്കുന്നതും. അല്ലാതെ നമ്മുടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ കേന്ദ്രത്തിനെ എതിർത്ത് ഒരു റെയിൽ പദ്ധതി കൊണ്ടുവന്ന ആ മഞ്ഞ കുറ്റികളൊക്കെ എവിടെ? അന്നും ഇതുപോലെ റെയിലിന് പെർമിഷൻ കിട്ടുകയില്ല എന്നുള്ളത് അറിയാമായിരുന്നിട്ടാണ് മറ്റ് ജനങ്ങളുടെ എല്ലാം വീടിനകത്തും അടുക്കളയ്ക്കകത്തും പറമ്പിനകത്തും ഒക്കെ മഞ്ഞ കുറ്റികൾ നാട്ടിയത്. ആ മഞ്ഞക്കുറ്റികളൊക്കെ ഇപ്പോൾ പിഴുതെറിയേണ്ടി വന്നില്ലേ? അതാണ് പറയുന്നത്. ആലോചിക്കാതെയും കാണാതെയും ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കുറച്ചുപേർക്കെങ്കിലും LDF മനസ്സിലായിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഭരിക്കേണ്ടത്. കേന്ദ്ര സർക്കാർ, കേന്ദ്രത്തിൽ ഉള്ള സർക്കാരുമായി ചേർന്ന് നിന്ന് ഭരിക്കുകയാണ് വേണ്ടത്. അതാണ് നാടിന്റെ വികസനത്തിന് വേണ്ടത് എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കുന്നിടത്താണ് വിജയം. എന്തായാലും നമ്മുടെ ഗോവിന്ദൻ മാഷിനെ വളരെയധികം വേദനിപ്പിക്കുകയാണ് കേരളത്തിൽ ഓരോ ദിവസവും വികസനത്തിന്റെ പുതിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതും. എന്തായാലും വികസനങ്ങൾ വരട്ടെ. ആരുടെ ഭാഗത്തും തെറ്റില്ല എന്നല്ല, ആരും പെർഫെക്റ്റ് ആണ്, 100% പെർഫെക്റ്റ് ആണ് എന്നല്ല പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിലുമൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും മെയിനായിട്ടും ഏറ്റവും പരമപ്രധാനമായ സംഗതി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ്. ഇതിൽ വി.ഡി. സതീശൻ സർക്കാർ എന്തുകൊണ്ടും വിജയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചുരുങ്ങിയ കാലയളവിൽ അത് തന്നെയാണ് കേരളം കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.